നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീനയും സ്വിറ്റ്സർലൻഡും തമ്മിൽ നടന്ന മത്സരം ഒടുവിൽ അർജൻറ്റീന എക്സ്ട്രാ ടൈമിൽ 3-1 വിജയിച്ച് കയറി. സൂപ്പർ ഒരു പോരാട്ടമായിരുന്നു. സ്വിറ്റ്സർലൻഡിന് എംബോളക്ക് കിട്ടിയ റെഡ് കാർഡാണ് തിരിച്ചടിയായത്. പക്ഷേ അർജൻറ്റീന അനിവാര്യമായത് നേടിയെടുത്തു, വേൾഡ് കപ്പിൽ സെമിയിലേക്ക് കടന്നു. അപ്പോൾ ഈ കളിയിൽ അർജൻറ്റീനയുടെ താരങ്ങളുടെ പ്രകടനം എങ്ങനെ? ഏണസ്റ്റോ പ്രൊവിറ്റിയോ, അർജൻറ്റീനയിലെ ഫുട്ബോൾ നിരീക്ഷകൻ, ഓരോ താരങ്ങളുടെയും പ്രകടനത്തെ എങ്ങനെ കാണുന്നു നമ്മളൊന്ന് നോക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശകലനം വെച്ചിട്ടാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. എമി മാർട്ടിനസ്, ഗോൾ കീപ്പർ എമി മാർട്ടിനസിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കളിയേക്കാൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏരിയ അദ്ദേഹം മികച്ച രൂപത്തിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ലോങ് ബോളുകളിൽ അദ്ദേഹം കൂടുതൽ അഷ്വേർഡായിരുന്നു. അത്തരം ബോളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ കളിയിൽ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ഫോം വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ച രൂപത്തിലുള്ള ഒരു ബിഗ് സ്റ്റെപ്പാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു മത്സരം നോക്കുമ്പോൾ ഹി ലുക്ക്ഡ് ബെറ്റർ. അത് ക്രോസുകൾ വരുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ മറ്റു തരത്തിൽ സേവുകൾ ചെയ്യേണ്ടി വന്ന ഘട്ടത്തിലാണെങ്കിലുമൊക്കെ അദ്ദേഹം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എമിലിയാനോ മാർട്ടിനസിന് 10-ൽ 5 മാർക്കാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏണസ്റ്റോ പ്രൊവിറ്റിയോയുടെ അടുത്ത നിരീക്ഷണം നാഹുൽ മോളിനെക്കുറിച്ചാണ്. വീണ്ടും താരം സ്ട്രഗിൾ ചെയ്തു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് കപ്പിൽ ത്രൂ ഔട്ട് അങ്ങനെ തന്നെയായിരുന്നു. അത് തന്നെ ആവർത്തിച്ചു. ഡീബോളുമായിട്ട് ഒരല്പം ലിങ്ക്ഡപ്പായി എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഡിഫെൻസീവ്ലി അങ്ങനെ ചെയ്തു, ബട്ട് ഓൺലി ബ്രീഫ്ലി. അറ്റാക്കിലാണെങ്കിലോ ഹി വാസ് യൂസ്ലെസ് എന്നാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള ഉപയോഗവും മോളിനെ ഉണ്ടാക്കിയില്ല. മറ്റൊരു പോർ പെർഫോമൻസാണ്. പിന്നീട് മൊണ്ടിയിൽ അദ്ദേഹത്തിന് പകരമിറങ്ങി. 10ൽ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ വെറും 4 മാർക്കാണ് മോളിനക്ക്. ക്യൂട്ടി റൊബേറോ കളിയിൽ വെൽ പൊസിഷൻഡ് ആയിരുന്നു. നല്ല രൂപത്തിൽ കളി അദ്ദേഹം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോളുകൾ നല്ല രൂപത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ 50-50 ചാലഞ്ചുകൾ വിൻ ചെയ്യാനുള്ള യൂഷ്വൽ ഡ്രൈവ്, അത് അദ്ദേഹത്തിന് ഈ ഒരു കളിയിലും വളരെ അധികം പ്രാധാന്യം നൽകി. എന്തായാലും പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കോൺസ്റ്റൻ്റ്ലി ഒരു റൈറ്റ് ഫ്ലാങ്ക് കൂടി കവർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റി. അധികം എക്സ്ട്രാ ടൈം ആകുമ്പോഴേക്കും എക്സോസ്റ്റഡ് ആവുന്നൊരവസ്ഥ ഉണ്ടാക്കിയത് അതാണ്. 10ൽ 6 മാർക്കാണ് ക്യൂട്ടി റൊമേറോക്ക്. ലിസാൻഡ്രോ മാർട്ടിനസ് ഒരിക്കൽ കൂടി അദ്ദേഹം ആൻറ്റിസിപ്പേഷൻസും കാര്യങ്ങളൊക്കെ മികച്ച രൂപത്തിൽ നടത്തിയതുകൊണ്ട് ട്രബിൾ ഫ്രീ ആയിരുന്നു. അതുപോലെ തന്നെ വെർട്ടിക്കൽ പാസിങ്ങിൻ്റെ കാര്യത്തിലും അദ്ദേഹം ഈക്വലി ഗുഡായിരുന്നു. 1-on-1 സിറ്റുവേഷനുകളിൽ അതുപോലെ തന്നെ ഒക്കേഷണൽ ഏരിയൽ ഡ്യൂവലിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആ ഡ്യുവൽസ് വിൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ലോസ് ആവുന്ന അവസ്ഥയുണ്ടായി. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രിറ്റ് ഉണ്ടല്ലോ, അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ ഒരു ഗുണം അർജൻറ്റീനയ്ക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് ശരിക്കും പറഞ്ഞാൽ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കാര്യങ്ങൾ നല്ല രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ലിച്ച തന്നെ കൊണ്ടാവും പോലെ കാര്യങ്ങൾ ചെയ്ത് ഒടുവിൽ ഹി കെയിം ഔട്ട് ഓൺ ടോപ്പ്. 10ൽ 6 മാർക്കാണ് ലിച്ചയ്ക്ക് കൊടുത്തത്. നിക്ലാസ് ടാഗ്ലിയാഫിക്കോ അദ്ദേഹം അറ്റാക്കിംഗ് ഫേസിൽ അത്രയധികം ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഡിഫെൻസീവ്ലി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കളി കാഴ്ചവെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു സെൻസിൽ സോളിഡായിരുന്നു, സെൽഫ്ലെസ് എഫേർട്ടായിരുന്നു. അദ്ദേഹത്തിന് എല്ലാം കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും അദ്ദേഹം ആ ഒരു 100% ആണ് എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുത്തത് 10ൽ 6 മാർക്കാണ്. റോദ്രിഗോ ഡിപോളിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം കഴിഞ്ഞ കളികളിലൊക്കെ മോശമായിരുന്നു. ഈ കളിയിൽ സ്ലൈറ്റ്ലി ബെറ്ററാണ് എന്ന് പറയാൻ പറ്റും. അദ്ദേഹം നമുക്കറിയാലോ ഇൻ്റർ മയാമിയിലാണുള്ളത്, അവിടുത്തെ പ്രധാനപ്പെട്ട മിഡ്ഫീൽഡറാണ്. പക്ഷെ വേൾഡ് കപ്പിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ ഈ ടീമിന് വേണ്ടത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഫസ്റ്റ് ഹാഫ് ഓവറോൾ ഒരു ആക്സെപ്റ്റബിൾ എന്ന രൂപത്തിലൊരു പെർഫോമൻസാണ് വന്നിട്ടുള്ളത് എന്ന് പറയാം. അതേസമയം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചില ലിമിറ്റേഷൻസ്, ആ ഒരു ഗെയിം വേണ്ട വിധത്തിൽ ഫ്ലോ ചെയ്യിക്കുന്നതിലുള്ളൊരു ലിമിറ്റേഷൻ, കാരണം മധ്യനിരയിൽ നിന്നാണ് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്, അതിന് അദ്ദേഹത്തിന് കഴിയാതെ പോയി. എന്തായാലും അദ്ദേഹം ചില ഘട്ടങ്ങളിൽ ഫൗൾ ചെയ്യുന്ന കാഴ്ച കണ്ടു.
സെക്കൻഡ് ഹാഫിൽ ഹവർ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മോശമായിരുന്നു ഒന്നുകൂടി. പെർട്ടിക്കുലർലി അദ്ദേഹത്തിൻ്റെ ബോൾ മൂവ്മെൻറ്റ്, പൊസിഷനിങ്, അദ്ദേഹത്തിൻ്റെ പാസിങ്, എന്തായാലും അദ്ദേഹം തീർച്ചയായിട്ടും കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം നടത്തേണ്ടിയിരിക്കുന്നു. 10-ൽ 5 ഡി ബോളിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. ലിയാൻഡ്രോ പെരേഡസ് ആണ് അടുത്തത്. ഒരിക്കൽ കൂടി അദ്ദേഹം മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വൺസ് അഗെയിൻ ഹി ഡെലിവേർഡ്. മാർക്കിങ്ങിൽ വളരെ സോളിഡായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പ്രസ്സിങ്ങിൽ ഒട്ടും ഹെസിറ്റേറ്റ് ചെയ്യാതെ അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോൾ ഡിസ്ട്രിബ്യൂഷൻ വളരെ മികച്ചതായിരുന്നു. ടാക്കിളുകൾ വളരെ സ്ട്രോങ് ആയിരുന്നു. ഏതായാലും ചില ഫൗളുകൾ അദ്ദേഹം കമ്മിറ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. അത് അവോയ്ഡ് ചെയ്യപ്പെടാമായിരുന്നു. എന്നാലും ബുദ്ധിമുട്ടില്ലാത്ത അദ്ദേഹം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു. വൺസ് അഗെയിൻ അദ്ദേഹം എക്സലൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അറ്റാക്കിംഗ് ഡിസിഷൻസ്, സോളിഡ് ടാക്കിളുകൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹി പ്ലേഡ് അണ്ടിൽ ഇനി അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിൽ വരെ അദ്ദേഹം കളിച്ചു എന്നാണ്. ഹി പ്ലേഡ് അണ്ടിൽ ഹി കുഡൻറ്റ് എനി മോർ എന്നാണ് വിശകലനം ചെയ്തിരിക്കുന്നത്. 10-ൽ 7 മാർക്കാണ് ലിയാൻഡ്രോ പെരേഡസിന്. അലക്സിസ് മാക്കലിസ്റ്റർ ഗോളടിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കളിയുടെ തുടക്കത്തിലെ ഗോളടിച്ചത്. പെരേഡസിൻ്റെ ഒരു പ്രസൻസ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇനി വല്ലാതെ ഡിഫെൻസീവിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാനില്ല. ആ ഒരു എക്സലൻ്റ് ഹെഡർ വന്നു. അതിനു മുമ്പും അദ്ദേഹത്തിന് ഒരു പ്രീവിയസ് കോർണറിൽ നിന്നും അദ്ദേഹത്തിന് ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വളരെ വ്യക്തമാണ്, ഇതൊരു പ്രാക്ടീസ്ഡ് മൂവാണ് അർജൻറ്റീനയുടെ ഭാഗത്തു നിന്ന്. കോർണർ എടുക്കുക, മെക്കലിസ്റ്റർ അവിടെ ഉണ്ടാവും എന്ന രൂപത്തിൽ. ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മോർ ഇൻഫ്ലുവൻഷ്യലായിരുന്നു പൊസിഷൻ ബോക്സിൽ ഇന്നത്തെ കളിയിൽ. നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കണ്ടതിനേക്കാൾ അദ്ദേഹം കൂടുതൽ ഇൻഫ്ലുവൻഷ്യലായിരുന്നു. അലക്സിസ് ഏതായാലും ഒരുപാട് അറ്റാക്കിംഗ് പ്ലേസ് ക്രിയേറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ടാക്ടിക്കൽ ഡിസിപ്ലിൻ ത്രൂ ഔട്ട് ദി വേൾഡ് കപ്പ് അദ്ദേഹത്തിൻ്റെ അഡ്മിറബിൾ ആയിരുന്നു. ഹി പ്ലേഡ് ദി എൻ്റർ മാച്ച് അഗെയിൻ. എന്തായാലും നല്ല രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 10-ൽ 6 മാർക്കാണ് അലക്സിസ് മാക്കലിസ്റ്റർക്ക്. എൻസോ ഫെർണാണ്ടസ്, സത്യം പറഞ്ഞാൽ മിഡ്ഫീൽഡിൽ ഒരു പുവർ പെർഫോമൻസാണ് എൻസോയിൽ നിന്ന് വന്നത്. പുവർ ഡിസ്ട്രിബ്യൂഷൻ, അൺകംഫർട്ടബിൾ ആയിരുന്നു, ലോസിങ് പൊസിഷൻ വെരി ഈസിലി, സ്ലഗ്ഗിഷ് ആയിരുന്നു, ലാക്കിംഗ് ഐഡിയാസ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ നന്നായി കളിച്ചയാളാണ്. അപ്പോൾ ഈ കളിയിൽ ടീമിൻ്റെ പേസിൽ നിന്ന് ഒരടി പുറകിൽ നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. ഒരു ടെറിബിൾ മാച്ചാണ്. അദ്ദേഹത്തെ പോലെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ മിന്നിക്കത്തിയ ഒരാൾ, ആരാധകർ ഇത്തവണ ഏറെ പ്രതീക്ഷിക്കുന്ന ഒരാളിൽ നിന്ന് ഒരു ടെറിബിൾ പെർഫോമൻസാണ് വന്നിരിക്കുന്നത്. 10-ൽ 4 മാർക്കാണ് എൻസോക്ക് കൊടുക്കുന്നത്. ഹുലിയൻ അൽവാരസ്, അദ്ദേഹം അറ്റാക്കിംഗ് പോയിന്റിൽ, എൻ്റെ അറ്റാക്കിംഗ് പോയിന്റിൽ ടയർലെസ് ആയിട്ട് ഈ ഒരു കളിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രസ്സിങ്ങിൽ വളരെ ഇൻറ്റൻസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു. ലോങ് ബോളുകൾക്ക് വേണ്ടി എപ്പോഴും അദ്ദേഹം സജ്ജനായിരുന്നു. അദ്ദേഹം സ്പേസിൽ അറ്റാക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ദെൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൂപ്പർബ് ഡ്യൂപ്പർബ് ഗോളും വന്നു. സോ ഹുലിയൻ ഇന്ന് നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. 10-ൽ 8 അദ്ദേഹത്തിൻ്റെ മാർക്ക്. ലിയോ മെസ്സി, അദ്ദേഹത്തിൻ്റെ കോർണർ കിക്കിൽ നിന്നുള്ള ഹെഡറാണ് അർജൻറ്റീനയ്ക്ക് ആദ്യ ഗോൾ നേടിക്കൊടുക്കുന്നത്. വേൾഡ് കപ്പിൽ ഏറ്റവും അധികം അസിസ്റ്റ് കൊടുക്കുന്ന താരമായിട്ട് അദ്ദേഹം മാറി. ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ വക ചില നീക്കങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഇപ്പം സെക്കൻഡ് ഹാഫിൽ മെസ്സിയിൽ നിന്ന് കഴിഞ്ഞ കളികളിൽ വന്ന പോലെയുള്ളൊരു പ്രകടനം വന്നു എന്നുള്ള സംശയമാണ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം 6ാം വേൾഡ് കപ്പാണ് കളിക്കുന്നത്. നോക്കുക, നല്ല രൂപത്തിൽ എതിരാളികൾക്ക് ഭീഷണിയായിട്ടുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 10-ൽ 7 ലിയോയുടെ റേറ്റിംഗ്. നിക്കോ ഗോൺസാലസ്, അദ്ദേഹത്തിൻ്റെ വേഴ്സറ്റാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്രിറ്റിസിസങ്ങൾക്കപ്പുറം അദ്ദേഹം നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു. 10-ൽ 6 മാർക്ക്. ലൗട്രോ മാർട്ടീനസ്, ലൗട്രോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് വക അസിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കളിയിൽ അദ്ദേഹം ഗോൾ നേടി. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ഒരു സൂപ്പർ സ്ട്രൈക്കറെ സ്കോർ ചെയ്യാൻ ആവശ്യമാണെങ്കിൽ അത് ലൗട്രോയെ തന്നെ കണ്ണുമടച്ച് വിശ്വസിക്കാം. 10-ൽ 7 ലൗട്രോക്ക്. ഗോൺസാലോ മുണ്ടിയിൽ അറ്റാക്കിൽ വല്ലാതെ ഒന്നും കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ മോർ ഇമ്പോർട്ടൻ്റ്ലി അദ്ദേഹം ഡിഫൻസിൽ ഒരു തെറ്റും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും പ്രധാനപ്പെട്ടൊരു വാല്യൂ അഡീഷനൊന്നും മുന്നേറ്റത്തിലേക്ക് അദ്ദേഹം കൊടുത്തിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 10-ൽ 5 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. തിയാഗോ അൽമേഡ ഇന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നു. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ വന്നതിന് ശേഷം ഉടനെ അദ്ദേഹം നടത്തുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് മിനിറ്റുകൾ മുന്നോട്ട് പോകുന്തോറും ഫെയ്ഡായി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്.
എന്തായാലും അധികം മോശമല്ലാതെ കളിച്ചു. 10-6 മാർക്കാണ്. നിക്കോളാസ് ഓട്ടമെൻറ്റി, അദ്ദേഹം കളിയുടെ എക്സ്ട്രാ ടൈമിലൊക്കെയാണ് കളിക്കളത്തിലേക്ക് വരുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആവശ്യമുണ്ട് എന്ന് തോന്നിയ ഘട്ടത്തിൽ തന്നെയാണ്. എന്തായാലും അദ്ദേഹം വന്ന സമയത്ത് നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ട് 10-6 റേറ്റിംഗ്. ഹോസെ മാനുവൽ ലോപ്പസ് വളരെ ഫ്യൂ മിനിറ്റ്സ് മാത്രമാണ് താരം കളിച്ചത്. ബട്ട് അത് ഇനഫ് ആയിരുന്നു. എതിരാളികളെ സ്വിറ്റ്സർലൻഡിനെ അൺസെറ്റിലയിക്കാൻ അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് റേറ്റിംഗ് കൊടുത്തിട്ടില്ല, കുറേ സമയമേ കളിച്ചിട്ടുള്ളൂ. ലയണൽ സ്കലോനിയെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജീസ് ഈ ഒരു ഗെയിമിൽ അദ്ദേഹം എംപ്ലോയ് ചെയ്ത അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്ത സ്ട്രാറ്റജി വളരെ വ്യക്തമായിരുന്നു. അതായത് ഓപ്പണൻസിനെ കുറിച്ച് നന്നായിട്ട് ധാരണയുണ്ട്. സോ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചത്. സെറ്റ് പീസുകളിലുള്ള അർജൻറ്റീനയുടെ മികവ് അത് കമൻഡബിൾ ആണ്. അതുപോലെ തന്നെ കോച്ചിങ് സ്റ്റാഫിൻ്റെ ജസ്റ്റർ, വാൾട്ടർ സാമുവൽ ആഫ്റ്റർ മാക്കലിസ്റ്ററിൻ്റെ ഗോള്, അത് കൃത്യമായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അത് അവർ പ്ലാൻ ചെയ്ത് തന്നെ അങ്ങനെ കോർണർ കിക്ക് എടുക്കുകയാണെന്നുള്ളത്. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം മോശമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴും ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് സ്കലോനിയിൽ നിന്ന് വന്നു എന്ന് പറയാൻ പറ്റില്ല. 10-5 അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന മാർക്ക്. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.